എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഇന്ന് നമ്മുടെ ചിൽച്ചില് സ്വാഗതം പറയാനായിട്ട് സുധു ഞാൻ എന്നെ മാത്രല്ല എപ്പോഴും കാണുന്നത്. അപ്പൊ ദേ ഇന്ന് ഞങ്ങള് 3 പേര് ഞാൻ പുറത്തുനിന്ന് ഇറക്കി എന്ന് പറയാനല്ലേ. ഞാൻ ഇവിടെ വന്ന് 3 പേർക്ക് വേണ്ടി ഇൻട്രോ ഒക്കെ എടുക്കണായിട്ട് അല്ലേ, പുറത്ത് നിൽക്കിയതല്ലേ. അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് നമ്മള് സുനിച്ചേട്ടനി ബർത്ത്ഡേ ഒക്കെ വരുമ്പോ സർപ്രൈസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇടണില്ല, ബർത്ത്ഡേ ആണ് ഇന്ന് സുനിച്ചേട്ടൻ്റെ. സാധാരണ നമ്മൾ സർപ്രൈസ് എല്ലാവരും കൂടി കണ്ണനും അമ്മയും ശ്രുതിയും എല്ലാവരും കൂടി പോയിട്ടാണ്. കുഞ്ഞപ്പൻ ഉണ്ടായിരുന്നില്ല കേട്ടാ, വയറ്റിലായിരുന്നപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആളെ കൊടുക്കാറ്. പക്ഷെ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒറ്റക്ക് പോയിട്ടാണ് സർപ്രൈസ് കൊടുക്കാൻ പോണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് അമ്മേ കൊടുക്കാൻ വരാത്ത? ഒന്നാമതായിട്ട് കൊച്ചിന് പനി. അതെ, കൊച്ചി ഇഞ്ചക്ഷൻ എടുത്തേക്കണായിരുന്നു. കൊച്ചിന് അത്രയും ദൂരം വരെ രാത്രി കൊണ്ടാൻ പറ്റൂല. പിന്നെ ഞാനാണ് ഈ വെളുപ്പിന് അമ്പലത്തിൽ പോണേണ്, പറശ്ശിനിക്കടവില്. ഞാൻ പോയേനെ, ഞാനും പോകില്ലേ, ഒറ്റക്ക് കൊണ്ടാൻ പറ്റില്ല. പോകുമ്പോ എല്ലാവരും കൂടി ആയിട്ട്. അപ്പൊ ഞങ്ങള് ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് നമ്മളെല്ലാവരും കൂടി കൂടണത്. വേറെ പനിയല്ലോട്ടെ, ഇഞ്ചക്ഷൻ എടുത്തതിന്റെ. അപ്പൊ എല്ലാരും കൂടി നമ്മള് സുനിച്ചേട്ടൻ വരുമ്പോ വീട്ടിൽ വന്നിട്ട് നമ്മള് കൂടും അല്ലെ. വീട്ടിൽ വന്നിട്ട് വരൂലേ ഞാനിയുടെ വീട്ടിലോട്ട്. ഞാനിയുടെ വീട്ടിലോട്ട് വന്നിട്ടില്ല ആളപ്പൊ ഞാനിയുടെ വീട്ടിലോട്ട് വരികയും ചെയ്യും. നമ്മള് സുനിച്ചേട്ടൻ വന്ന് വീട്ടിൽ വെച്ചിട്ട് നമ്മള് എല്ലാരും കൂടി ഒന്ന് കൂടാൻ കരുതി ആഘോഷം. അപ്പൊ ഇന്ന് പോയിട്ട് നമ്മള് ഞങ്ങളവിടെ നിന്നിട്ട് ഉള്ളൊരു പരിപാടി. അയ്യോ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് 2 ദിവസം തീരുമാനം എടുത്തേക്കണം. അതെ, അപ്പൊ ഇവരങ്ങാട് വരും. അപ്പൊ ഇതിന്റെ പറയണല്ലേ എപ്പോഴും ഇതിന്റെ ആഘോഷമൊക്കെ പിന്നെയാണല്ലേ. അപ്പൊ ആഘോഷമൊക്കെ പിന്നെ ഇപ്പൊ ഞങ്ങള് പോയിട്ട് സുനിച്ചേട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതിക്കൊണ്ട് ഞാനും മൂവാറ്റുപുഴയിലാണ്. അത് പറഞ്ഞില്ലല്ലേ, മൂവാറ്റുപുഴയിലാണ്. അതുകൊണ്ടാണ് പോണത്, അതുകൊണ്ടാണ് ഇത്രയും ലോങ് എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തല്ലേ. അതെ, അപ്പൊ ഞാനൊരു ഒറ്റക്കല്ല, ഞാനും സുധുവും സഞ്ജുവും കൂടിയാണ് ഞങ്ങൾ പോവാൻ പോണത്. അപ്പൊ ഞങ്ങള് പോയി കേക്കൊക്കെ മുറിച്ച് ഒരു ചെറിയൊരു സർപ്രൈസ് ഒക്കെ പുള്ളിയുടെ ആഗ്രഹമൊക്കെ ഉണ്ട്. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളിച്ച് പറയാ സർപ്രൈസ് ആയിട്ട് ഒരു 3-4 പേര് വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്കാന്ന്. എന്താണല്ലേ. അപ്പൊ ഇനി ഞാൻ അധികം ഇതാക്കണില്ല. അപ്പൊ നമ്മള് ആഘോഷമൊക്കെ പിന്നെ ഇപ്പൊ നമ്മുടെ കൊച്ചുകൂടി നമുക്ക് ഇപ്പൊ നമ്മള് തുടങ്ങാൻ പോണേ. എനിക്ക് പറവൂരോട്ട് പോവാനുണ്ട്. സർപ്രൈസ് ആയിട്ടുള്ള ബർത്ത്ഡേയുടെ കുറച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം. അതും ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അതും പിന്നെ അവിടെ ചെന്നിട്ടുള്ള സിൻചേട്ടന്റെ റിയാക്ഷൻ എല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാവും. അതെ, അപ്പൊ എല്ലാവരും കാണണോട്ടാ, ഫുള്ളായിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ചേച്ചി ഇവിടെയാണ്, കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശേഷം എന്നോട് ചോദിച്ചു എന്താണ് നീ പോണില്ലേ, വീട്ടിലോട്ട് പോണില്ലേ, സമയമായില്ല എന്നൊക്കെ. ഇത്രയും ലേറ്റ് ആയി ഞാൻ പോവാറില്ല. അമ്മ വന്നിട്ട് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോവാന്ന് കരുതി. അപ്പൊ ഇവരെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. ആ മിസ് ചെയ്യണം. നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ വീട്ടില് ചെല്ലുമ്പോ നമുക്ക് പിന്നെ എല്ലാം ഓക്കെയാണല്ലോ. പിന്നെ ഇപ്പൊ ഈ വാക്സിൻ എടുത്തതിന്റെ ഇതൊക്കെ ഉള്ളായിരുന്നു, നമുക്ക് അത്രയും നമ്മൾ നോക്കണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. വീട്ടിൽ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പറൂര് മൈജിയിലേക്കാണ് കേട്ടോ വന്നത്. മൈജിയിൽ ഞാൻ ഇതുവരെ ഒറ്റക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരെ ചെന്ന് അവനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ നേരെ പോയി ആളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആളെൻ്റെ മനസ്സിനൊത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി പോവാം. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ സുധപ്പൻ ഇവിടെ എന്നെ കാണാതെ ആകെ വിളി പറയല്, കടക്കരയിലോട്ട് വിളിയൊക്കെ ഇരുന്നിട്ട് എന്റെ വണ്ടിനുള്ളിൽ ഫോൺ ഇരിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. പിന്നെ അതിനിടയ്ക്ക് കൂടി ഞാൻ വേറൊരു കടയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ബോക്സിലാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോണത്. അപ്പൊ ഇതിലെ എല്ലാ ഗിഫ്റ്റുകളും ഞാനിപ്പോ തന്നെ പറയണോ സുധു? ഇപ്പൊ പറയണ്ടല്ലോ, എല്ലാ ഗിഫ്റ്റുകളും ഞാൻ ഇപ്പൊ തന്നെ പറയുന്നില്ല. അപ്പൊ നമുക്ക് സുനിച്ചേട്ടന്റെ സർപ്രൈസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ വീഡിയോയില് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ എല്ലാം ഞാൻ അടക്കിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സുനിച്ചേട്ടന്റെ എക്സ്പ്രഷൻ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം എന്തൊക്കെയാണ് ഞാനും സുധുവും കൂടി സുനിച്ചേട്ടന് വേണ്ടി കൊടുത്തേന്ന്. അപ്പൊ ഞാനിത് വേഗം പാക്ക് ചെയ്ത് വെക്കുമ്പോഴേക്കും സഞ്ജു ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം പോവാനായിട്ട്. സഞ്ജു ഞാനും സുധുവും ആശിലും കൂടിയാണ് പോണത്. അപ്പത്തേക്ക് ഞങ്ങൾ പോവാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. അപ്പൊ നമ്മള് ആ കറക്റ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും എത്തും. സുനിച്ചേട്ടനാണെങ്കിൽ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നെ ഈ ഒരു 10 മണി സമയം ആകുമ്പോഴൊന്നും വിളിക്കാൻ പോണില്ല. അപ്പം ഇപ്പം തന്നെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തായാലും വണ്ടി ഓടിക്കാനുണ്ടല്ലോ. അപ്പം ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും അധികം സമയം കളയാനുള്ള ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ദേ
ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ മൂവാറ്റുപുഴ യാത്ര തുടങ്ങാൻ പോവേണ്ട. അപ്പോൾ മൂവാറ്റുപുഴക്ക് പോകുമ്പോൾ നമ്മൾ ഒരു 2.5 മണിക്കൂറൊക്കെ വേണമല്ലോ. പിന്നെ ഇപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലാന്ന് ഓർത്തിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ സണ്ണിച്ചേട്ടൻ പറഞ്ഞ് എന്തായാലും പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വാ, സർപ്രൈസ് കൊടുത്തിട്ട് വാ, സുനി വന്നിട്ട് നമുക്കിവിടെ അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറയണായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര നമ്മളങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജു എന്നോട് പറയുന്നുണ്ട്, ചേച്ചി വേണമെങ്കിൽ കുറച്ച് നേരം വണ്ടി ഓടിച്ച് ചേച്ചി, നല്ല റോഡല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിന് നിന്നില്ല കേട്ടോ. കാരണം ഞാൻ വണ്ടി ഓടിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കേക്ക് കെട്ടേണ്ട സമയമൊക്കെ കഴിയും. പിന്നെ നമ്മൾ ആലുവയിൽ എത്തിയപ്പോഴാണ് തോന്നുന്നുണ്ട്. ആലുവയിൽ എത്തിയപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് നമ്മുടെ KR ബേക്കേഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തു കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ സഞ്ജു എന്നോട് പറയുമായിരുന്നു, ചേച്ചി വീഡിയോ എടുക്കുക, ഇപ്പം പിള്ളേർ എൻ്റെ കൂടെ കൂടി ഇപ്പം അവരെനിക്ക് എപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയൂട്ടോ, ചേച്ചി അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും. അപ്പം എന്നോട് പറയുന്നത് ഞാൻ കേക്ക് പിടിക്കുക ചേച്ചി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാറിലേക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ 2 ടൗൺ കടന്നിട്ട് വേണമല്ലോ മൂവാറ്റുപുഴയ്ക്ക് എത്താനായിട്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക നല്ല പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ആഗതൻ സിനിമയിലെ പാട്ടൊക്കെ ഞാനിങ്ങനെ പാടിക്കൊടുത്തോണ്ടിരിക്കണ്ടേ. സുധു മാഷിൽ ഉറങ്ങണ്ടായിരുന്നു പാട്ട് കേട്ടിട്ട്. സഞ്ജുവിന് ഉറങ്ങാൻ പറ്റൂലല്ലോ, അതുകൊണ്ടായിരിക്കാം അവൻ സഹിച്ചിരിക്കുന്നത്. പിന്നെ പാട്ട് നമ്മുടെ ഇതിൽ വെച്ചിട്ട് കൂടെ പാടണേ കേട്ടോ. എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ പാടി നമ്മൾ എത്താൻ പോവുകയാണ്. അതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സുനിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ സഞ്ജു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെഡി 1 2 3 സ്റ്റാർട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല. വണ്ടികളൊക്കെ പോണതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. നമുക്ക് നേരെ സുനിച്ചേട്ടൻ്റെ അടുത്ത് പോവാം. ചേട്ടൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷിലിന് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ വിശാലിൽ പോയേക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തോ ഒരു സംതിങ് ഉണ്ട പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ശരി, നമുക്ക് പോവാം. നമ്മൾ അന്ന വഴി കേക്കൊക്കെ മേടിച്ചത് കണ്ടല്ലോ. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഇവിടുത്തെ ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. വിളിക്കാതെ ഒരു രക്ഷയില്ല. നമുക്ക് വീഡിയോ കോൾ വിളിക്കാം. ഉറങ്ങിയൊക്കെ ഉണ്ടാവും ഇപ്പം. നെറ്റ് ഓഫ് ആണെങ്കിൽ തീർന്നു. നല്ല ഉറക്കമാണ്, വിളിച്ചിട്ടും കാര്യം. Just for a fun. Hi. Happy birthday. Happy birthday to you. Happy birthday. ഇതിപ്പോ നമ്മള് പെടങ്ങാൻ നിൽക്കണോട്ടുണ്ടല്ലോ. അറിയാമോ ഇരുന്ന? ഓർത്തില്ല? ഓർമ്മിപ്പിക്കാനല്ലേ ഞാനുള്ളതല്ലേ. അപ്പൊ സിന്ധുമ്മയും കണ്ണനും ശ്രുതിയും കുഞ്ഞപ്പനും എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ട് വേണം ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കണേണ്. പിന്നെ ഞങ്ങള് സർപ്രൈസ്. അപ്പൊ അമ്മ പറയുന്നത് ഞാൻ സൂര്യനെ വിളിച്ചിട്ട് പറഞ്ഞാല സർപ്രൈസ് ആയിട്ട് ഇവര് വന്നിണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കടക്കരന്ന് വൈകിയത് വരാനായിട്ട്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്തി. സുനിച്ചേട്ടൻ വണ്ടറടിച്ചിരിക്കണേരുന്നു. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാതെ അല്ലേ. അപ്പൊ നമ്മള് സുനിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോണേ. കേക്ക് മുറിക്കാം. അപ്പൊ സുനിച്ചേട്ടൻ നമുക്ക് മരുന്നഞ്ഞി തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ കർക്കിടക പോകുന്നതിന്റെ ഭാഗമായിട്ട് മരുന്നഞ്ഞി ഉണ്ടായിരുന്നു. മരുന്നഞ്ഞി നമ്മൾ കുടിക്കും. അത് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണേണ്. കട്ട് ചെയ്താലോ? സുധുമാഷിലിനെ കണ്ടിരുന്നല്ലോ നിങ്ങൾ നേരത്തെ വണ്ടിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായേ. അപ്പൊ നമുക്കിനി സമയങ്ങളെ അത് കേക്ക് കട്ട് ചെയ്യാം അല്ലേ സഞ്ജു?
അപ്പൊ ദേ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോണേന്. കേക്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ സുനിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൊച്ചു കേക്ക് കട്ടിങ് ആട്ടെ. നമ്മുടെ ഒരു കൊച്ചു സന്തോഷം നമ്മൾ വലുതായിട്ട് ആഘോഷിക്കാൻ പോണേന്. അല്ല, വലിയ സന്തോഷം നമ്മൾ കൊച്ചായിട്ട് ആഘോഷിക്കാൻ പോണേ. തല തിരിഞ്ഞു പോയിട്ടാ പറഞ്ഞത്. അപ്പൊ സുനിച്ചേട്ടൻ ഇപ്പോഴും ആ ഒരു വിട്ടുമാറിയിട്ടില്ല. ചേട്ടനാണെങ്കിൽ അമ്പലത്തിൽ നല്ല ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ ക്ഷീണിച്ച് ഇരിക്കണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ക്ഷീണിച്ച് കിടന്നതായിരുന്നു. അപ്പൊ ചേട്ടനെ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഷോക്കായി പോയി. ആ ഗേറ്റ് തുറന്നാണ് കിടന്നിരുന്നെങ്കിൽ ഞങ്ങള് വാതിൽ തുറന്ന് കെട്ടിക്കാന്നാ വിചാരിച്ചത്. അങ്ങനെ തുറന്ന് കിടക്കൂലല്ല, ഞാൻ ഓർത്തൂല്ല. സമയം കളയണ്ട, കേക്ക് കുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ സുനിച്ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പാട്ട് ഫുള്ള് പാടിയാണേ. അപ്പൊ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ടു നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഈ കേക്ക് മുറിച്ച് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയാണ് അല്ലേ? ബാക്കിയാണ്. അപ്പൊ ദേ ഞാനിങ്ങനെ ഒരു ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോക്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ സുനിച്ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു ഷർട്ടാണ് എടുത്തേക്കണത്. ഷർട്ടും മുണ്ടുമാണ് എടുത്തേക്കണത്. അപ്പൊ അത് ആദ്യം വെക്കാം. എനിക്ക് ഈ ബോക്സ് വെച്ചൊന്നും വലിയ ഇതില്ലട്ടോ. ഞാനിങ്ങനെ ഒരേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ദേ ഇങ്ങനെ അരികത്ത് വെക്കാം. പിന്നെ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത്തറുകളോട് വലിയ കാര്യമുള്ളതാണ്. അപ്പൊ ഞാനൊരു പെർഫ്യൂം കൂടി മേടിച്ചിട്ട് എപ്പോഴും കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും സ്റ്റോക്ക് ആയിട്ട്. ബാഗിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച്. അത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ചേട്ടൻ്റെ. സ്മാർട്ട് വാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറയും, എനിക്കിങ്ങനെ സ്ക്വയർ ടൈപ്പിലെ സ്മാർട്ട് വാച്ച് വേണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റേ ടൈപ്പ് സ്മാർട്ട് വാച്ച് ഒന്നും പറയൂല, മറ്റേ ആ ഫോൺ പോലത്തെ വാച്ചില്ലേടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ടും ആ ഇഷ്ടം തന്നെ ഞാൻ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് നടത്തിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ചേട്ടനൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇങ്ങനെ ഇതെനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് നന്ദി ദൈവത്തിന്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നന്ദി ദൈവത്തിനോടും പിന്നെ എൻ്റെ എല്ലാവരോടും, ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരും, പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ വാക്കുകളില്ല, എൻ്റെ വാക്കുകൾ ഇടറുന്നു. അപ്പൊ നമ്മുടെ വാച്ച്, പിന്നെ ചെരുപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ വളകാപ്പിന്റെ പരിപാടിക്ക് ചെരുപ്പ് മേടിക്കണ കാര്യം, ചെരുപ്പ് ലാസ്റ്റ് വെക്കാം നമുക്ക്. ചെരുപ്പ് ലാസ്റ്റ് വെക്കാം. ചെരുപ്പും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഭംഗിയായിട്ട്, ഇതിപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് അടക്കാൻ പറ്റിയിട്ടില്ല. സുധുവിൻ്റെ ഐഡിയയിലാണ് അടക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കൂടി ഫില്ല് ചെയ്യും. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇപ്പം നിങ്ങൾ എന്തായാലും അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നതല്ല. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങളോട് കാണാം. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ നമ്മൾ ബാക്കിയൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്ന സംഭവം നമുക്ക് കൊടുക്കണമല്ലോ. ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ എന്നൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. എന്തായാലും ഗിഫ്റ്റ് ചേട്ടൻ തന്നെ ഇരുന്ന് പ്രതീക്ഷിക്കും, കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കണേയുള്ള. അപ്പോൾ ഇതെന്തായാലും ചേട്ടൻ പ്രതീക്ഷിക്കൂല. നമുക്ക് ഇട്ട് തുറക്കാം. ഈ ഗിഫ്റ്റ് ബോക്സിൽ ഇത് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് വെക്കാതിരുന്നത്. ആഷിലവിടെ മ്യൂസിക് ഒക്കെ ഇടുന്ന കല്യാണോ? എടുത്തിട്ട് നോക്ക്, എല്ലാരും കാണിച്ചു കൊടുക്ക്. ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. തെക്ക് എന്താ മടി പോലെ. ഇതൊക്കെ അച്ചുവിന്റെ റെഡിയാക്കലാണ്. ഞാൻ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അതെന്നെ കൊണ്ട് മാറ്റിച്ചിട്ട് അച്ചുവിന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഇതാണല്ലോ. എന്നിട്ട് സ്പോഞ്ചൊക്കെ ഒടിച്ച് ഈ പൂക്കളൊക്കെ ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഇതെനിക്ക് അടക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു.
ഒരു കടയിൽ ഞങ്ങൾ പോയപ്പോ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തില്ല, പക്ഷെ ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ചെന്നിട്ട് എടുത്ത് ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പും അതുപോലെ തന്നെ ഇതിനു മുമ്പത്തെ ദിവസങ്ങളിൽ സാധാരണ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എപ്പോഴും മേടിച്ചു കൊടുക്കാറെന്ന് ഓർത്തിട്ട് ഇതിനു മുമ്പ് നമ്മുടെ കൊച്ചിന് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ സമയത്ത് ഒരേന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ മാറ്റി വെക്കുമല്ലോ, പിന്നെ എടുക്കാന്ന് പറഞ്ഞ് ആ ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ചത് പിറ്റേ ദിവസം കടയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞ് മാറ്റി വെപ്പിച്ചും വാങ്ങിച്ചും കാണാതെ ഒളിപ്പിച്ചും സൂക്ഷിച്ചൊക്കെ വെച്ചതാണ്. ഒരു ചെറിയ ലെറ്റർ. ചേട്ടൻ ഒരു അത്തറിന്റെ സ്പ്രേയുടെ ഒക്കെ ആളായതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രൂട്ടും മേടിച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് കൊണ്ടുവരോട്ടാ എന്തായാലും. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടമായ സംഭവങ്ങളൊക്കെ? അപ്പൊ ഈ ഷോക്കിനോട് കൂടെ ഇത് കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് എടുക്കാം. ഇതെന്താന്ന് ഗസ് ചെയ്യാമോ? ഫോണാണെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ വർഷം ഫോൺ മേടിച്ചതാണല്ലോ. പ്രതീക്ഷിച്ചിരുന്ന ഇത് കരയാൻ തോന്നുന്നുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോ? ഒന്നും മിണ്ടാ പറ്റില്ല, ഒന്നും മിണ്ടാത്ത. അപ്പൊ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ട്ടാ. അങ്ങനെ നമ്മുടെ വാച്ചൊക്കെ സെറ്റ് ചെയ്ത് ഐഫോണൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണ പോലെ തന്നെ വാച്ചും നമ്മുടെ ചെറുക്കന്മാർ അതുപോലെ ഓപ്പണൊക്കെ ആക്കിച്ച് സുനിച്ചേട്ടനെ കൊണ്ട് ഈ വാച്ചിന്ന് ചേട്ടൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് അന്ന് ഐഫോൺ എനിക്ക് മേടിച്ച് തന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാളും ഒത്തിരി വലുതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേട്ടൻ ആഗ്രഹിച്ചിട്ട് ചേട്ടന് വേണമെങ്കിൽ അത് മേടിക്കാമായിരുന്നു, പക്ഷേ ചേട്ടൻ്റെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു പണ്ട് മുതലുള്ള കാര്യം കേട്ടോ. പക്ഷേ എൻ്റെ ഒപ്പം കൂടിയതിന് ശേഷം ആദ്യത്തെ കുറച്ച് നാളുകളിലൊക്കെ ഞാനും അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കണതിനോടൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഞാൻ മാക്സിമം ചേട്ടന് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന ആഗ്രഹങ്ങളാണെങ്കിലും ഞാൻ എന്തായാലും ശരി അത് മാക്സിമം ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ വാച്ചൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വാച്ചിൻ്റെ പെട്ടിയിലോട്ടായിട്ടാണ് നോട്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി, അതിന് ചെരുപ്പിന് എത്ര രൂപയായി, അങ്ങനെ ഒരേന്നിൻ്റെയും പൈസയുടെ കാര്യമാണ് നോക്കണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൈസയുടെ കാര്യം വെച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും, നമ്മുടെ കൊച്ചു ആഗ്രഹങ്ങളാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിച്ചും അങ്ങനെ കൊണ്ടുതന്നെ. കാരണം ഇപ്പം എന്നെ അങ്ങനെ പിണങ്ങാറില്ല, അല്ലെങ്കിൽ ആദ്യം എന്നെ പിണങ്ങുമായിരുന്നു. ഇപ്പോൾ പൈസ ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെയൊക്കെ കാണിക്കണേന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഫോൺ നമ്മുടെ വാച്ചിൽ ചെയ്തിട്ട് വാച്ചിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലും വലിയ സന്തോഷമായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സുനിച്ചേട്ടൻ തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ചേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ വലിയ ഉത്സാഹമാണ്, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ചെയ്തോളും. അപ്പോൾ നമ്മൾ പിന്നെ സമയം കളയാതെ വേഗം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി വൈകി, കാരണം നാളെ സഞ്ജുവിന് ജോലിക്ക് പോകണം, സുധപ്പന് ക്ലാസ് ഉണ്ട്, എനിക്ക് മാഷിലിന് മാത്രമാണ് എങ്ങും പോകണ്ടാത്തത്. പിന്നെ ചേട്ടന് വെളുപ്പിന് 3:30 ആകുമ്പോൾ അമ്പലത്തിൽ കയറണം. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം സമയം അവിടെ നിന്നില്ല, എന്തായാലും വെളുപ്പിനെ ആയി. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും സുനിച്ചേട്ടനെ ബർത്ത്ഡേ വിഷസൊക്കെ ഒരിക്കൽ കൂടിയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നൊക്കെ പറയണ ആ ദിവസത്തിൽ ഏറ്റവും ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പറയണേ.